വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ IBPS ക്ലർക്ക് റീസണിങ് സെക്ഷൻ പാർട്ട് 2 ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പാർട്ട് 2 റീസണിങ് ആണ് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. 9 persons are selected in 3 different departments of a company: marketing, HR and finance. At least 2 but not more than 4 persons are selected in the same department. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ more than 4 ആകാൻ പാടില്ല. Selected in the same department. You select only with S. You select only with S എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നോട്ട് ഇൻ ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇവർ രണ്ടുപേരും എന്താണ്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ല. വി ആൻഡ് ക്യൂ ആർ സെലക്ടിങ് ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെന്റ്. വിയും ക്യൂവും സെയിം ആണ്, ബട്ട് നോട്ട് വിത്ത് ആർ. ആറുമായിട്ട് എന്തായാലും വരില്ല ഇവര്. ടി സെലക്ട് ഇൻ ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ടിയുടേത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡബ്ല്യു ആൻഡ് എക്സ് സെലക്ട് ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെന്റ്. ഡബ്ല്യുവും എക്സും എന്താണ്? സെയിം ആണ്. ആർ നെയ്തർ സെലക്ട് ഇൻ മാർക്കറ്റിംഗ് നോട്ട് HR. ആറ് മാർക്കറ്റിംഗും അല്ല HR അല്ല. മാർക്കറ്റിംഗും അല്ല HR അല്ല. ഓക്കെ. P does not select in the same department as W. അപ്പം പിയും ഡബ്ല്യുവും ഒരേ ഇതല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. പിയും ഡബ്ല്യുവും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് സെലക്ട് നെയ്തർ ഇൻ HR ഡിപ്പാർട്ട്മെന്റ് നോർ വിത്ത് പി. എക്സ് എന്ന് പറയുന്നത് പിയിലല്ല, പിന്നെന്താണ്? HR ഡിപ്പാർട്ട്മെന്റ് അല്ല. എക്സും പിയും കൂടെ എന്തായാലും കമ്പൈൻ ചെയ്ത് വരുത്തൂല എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള എന്തുണ്ട്? നമുക്കിവിടെ തന്നിട്ടുള്ളത് ടി സെലക്ട്സ് ഇൻ ദ മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട്. ടിയുടേത് മാർക്കറ്റിംഗ് ആണ്, ഓൾറെഡി അത് എഴുതിയിട്ടുണ്ട്. ഇനി പി ഡസ് നോട്ട് സെലക്ട് ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെന്റ് ആസ് ഡബ്ല്യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്റെയും ഡബ്ല്യുവിൻ്റെതും വ്യത്യാസമാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഓരോന്നായിട്ട് എഴുതാം. കിട്ടിയിട്ടുള്ളത് ഓരോന്നായിട്ട് എഴുതാം. യുവും എസും ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. യുവും എസും ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് രണ്ട് നമ്മൾ അടുത്തടുത്തങ്ങ് എഴുതി. അടുത്തത് വിയും ക്യൂവും ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണ്. വിയും ക്യൂവും ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നും കിട്ടി. അതുപോലെ നമുക്ക് പിന്നെ കിട്ടിയത് ടി സെലക്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ടി മാർക്കറ്റിംഗ്, അതും എഴുതി. അടുത്തത് ഡബ്ല്യുവും എക്സും സെയിം ആണ്. ഡബ്ല്യുവും എക്സും എന്താണ്? സെയിം ആയിട്ടുള്ളത് രണ്ടും അടുത്തെടുത്ത് എഴുതി. ആറ് മാർക്കറ്റിംഗും അല്ല HR അല്ല. അപ്പൊ നമുക്ക് ആറ് മാർക്കറ്റിംഗും അല്ല HR അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് ആറിന് ഫിനാൻസ് എന്ന് കൊടുക്കാം. അതുപോലെ ഡബ്ല്യുവും എക്സും എന്താണ്? ഫിനാൻസ് ആണ്. സോ നമുക്കതിനും ഫിനാൻസ് എന്ന് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പി ഡസ് നോട്ട് സെലക്ട് സെയിം ഡിപ്പാർട്ട്മെന്റ് ആസ് ഡബ്ല്യു. ഡബ്ല്യുവിന്റെ അല്ല പി. ഇപ്പം ഡബ്ല്യുക്ക് ഫിനാൻസിങ് ആണ്. സോ നമുക്ക് പിക്ക് എന്ത് കൊടുക്കാം? പിക്ക് നമുക്ക് ഇവിടെ നമുക്ക് മാർക്കറ്റിംഗ് കൊടുക്കാം. Are neither select in marketing, no, not to HR. P does not select in same department as X. Select neither HR department nor with P. അപ്പം
പിയുടേത് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ മാർക്കറ്റിംഗ് അല്ല എക്സ് എന്ന് പറയുന്നത്, HR അല്ല, മാർക്കറ്റിംഗും അല്ല. പിന്നെ നമുക്കിപ്പോ എന്തെടുക്കാം, ഫിനാൻസ് ആണെന്ന് കിട്ടി. ബാക്കിയുള്ള പിന്നെ എന്തൊക്കെയാണുള്ളത്, എസും യു ആണ്. അപ്പൊ എസിന് യുക്ക് നമുക്ക് 3 എണ്ണം വരെ ഒരാൾക്ക് ഒരേപോലെ വരത്തുള്ളൂ. HR കൊടുക്കാം. പിന്നെ നമുക്ക് വി ഉണ്ട്. മാർക്കറ്റിംഗ് ഇപ്പൊ 2 എണ്ണേ ആയിട്ടുള്ളൂ. അപ്പൊ മാർക്കറ്റിംഗ് കൊടുക്കാം വിക്ക്. ക്യൂന് മാർക്കറ്റിംഗ് കൊടുക്കാം. 4 വരെ കൊടുക്കാൻ പറ്റും. 4 എണ്ണം വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത് എഴുതി കഴിയുമ്പോൾ നോക്കുക, യു സെലക്ട് ഓൺലി വിത്ത് എസ്. അപ്പൊ US നമുക്ക് HR തന്നെയാണ്, ബട്ട് നോട്ട് ഇൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വി ആൻഡ് ക്യൂ ആർ സെലക്ടിങ് ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെന്റ്. വിയും ക്യൂ എന്താണ്, സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്. ബട്ട് നോട്ട് വിത്ത് ആർ. ആറിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണോ, അല്ല, ഫിനാൻസ് ആണോ, മാർക്കറ്റിംഗ് ആണോ കൊടുത്തിരിക്കുന്നത്. W and X select in the same department. W X എന്താണ്, ഫിനാൻസ് തന്നെ കിട്ടും. ആർ നെയ്തർ സെലക്ട് ഇൻ മാർക്കറ്റിംഗ് നോട്ട് HR. ആറ് മാർക്കറ്റിംഗും അല്ല HR അല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള എന്താണ്, ഫിനാൻസ് ആണുള്ളത്. ആകെ നമുക്ക് എത്ര എണ്ണം ഉള്ളത്, ആകെ നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ട്, HR ഉണ്ട്, ഫിനാൻസും ഉണ്ട്. ഓക്കെ, ഈ ഇത്രയും 3 എണ്ണമാണ് ഉള്ളത്. ഇപ്പൊ ആർ നെയ്തർ സെലക്ട് ഇൻ മാർക്കറ്റിംഗ് നോട്ട് HR എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6 മാർക്കറ്റിംഗും അല്ല HR അല്ല. അപ്പൊ എന്താണ് ഉള്ളതെന്ന് മനസ്സിലായി, ആറിൻ്റെത് ഫിനാൻസ് ആണെന്ന് മനസ്സിലായി. ആറിൻ്റെത് ഫിനാൻസ് ആണെന്ന് മനസ്സിലായല്ലോ. അത് ഡയറക്റ്റ് എഴുതുക. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വി ആൻഡ് ക്യൂ ആർ സെലക്ടിങ് ദ സെയിം ഡിപ്പാർട്ട്മെന്റ് നോട്ട് വിത്ത് ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിയും ക്യൂവും സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്, പക്ഷെ ആറിൻ്റെതല്ല, ഫിനാൻസിന്റെ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗ് കൊടുക്കാം. ടി സെലക്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ടി എന്താണ്, ടി മാർക്കറ്റിംഗ് എന്ന് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടി മാർക്കറ്റിംഗ് ആണെന്നറിയാം. WX എന്താണ്, സെയിം ഡിപ്പാർട്ട്മെന്റ് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നീടോ WXും ഒരു പേരാണ്, സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്. ആർ നെയ്തർ സെലക്ട് ഇൻ മാർക്കറ്റിംഗ് നോട്ട്. P does not select in the same department as W. ഇപ്പൊ P എന്ന് പറയുന്നത് Wന്റെ അതേ ഡിപ്പാർട്ട്മെന്റ് അല്ല, P വേറെ ഡിപ്പാർട്ട്മെന്റ് ആണെന്നിട്ടുണ്ട്. X സെലക്ട് ഇൻ നെയ്തർ HR ഡിപ്പാർട്ട്മെന്റ് ഓർ ദ. അപ്പൊ X എന്ന് പറയുന്നത് സെലക്ട് നെയ്തർ HR. അപ്പൊ X HR അല്ല, Pയുടേതും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൊ X എന്താണ്, X നമുക്ക് HR അല്ല, Pയുടേതും അല്ല. X നമുക്ക് എന്തെടുക്കാം, ഫിനാൻസ് കൊടുക്കാം. അപ്പൊ HR ഫിനാൻസും അല്ല. അപ്പൊ നമുക്ക് Pയുടെ എന്താണ്, Pയുടെ നമുക്ക് മാർക്കറ്റിംഗ് വരും. ഈ ഒരു രീതിയിൽ എഴുതി നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത്, who among the following is selected in the same department as X? താഴെ പറയുന്നവയിൽ ഏതാണ് who among the following is selected in the same department as X? Xന്റെ അതേ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. X ഫിനാൻസ് ആണ്. ഇപ്പം ഏതാണ് Xന്റെ അതേ ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് വന്നിരിക്കുന്നത് ഏതാണ്, R ഉണ്ട്, W ഉണ്ട്. R മാത്രമാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. Which of the following statement is true about P? P വെച്ചിട്ട് നോക്കുമ്പോൾ ട്രൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്, P ഏതാണ് P സെലക്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. P നമുക്ക് അറിയാം, P മാർക്കറ്റിംഗ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ എന്താണ്, P മാർക്കറ്റിംഗ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്. 4 of the following 5 pairs are alike in a certain way but so form a group. Which of the following does not belong to the group?
ഒരേപോലെയുള്ള ആൾക്കാരെ ഗ്രൂപ്പിലാക്കി. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡസ് നോട്ട് ബിലോങ് ടു ദാറ്റ് ഗ്രൂപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം വി ക്യു ടി ഒക്കെ ഒരു ഗ്രൂപ്പ് വരും, ഡബ്ല്യു ആർ എക്സ് ഒരു ഗ്രൂപ്പിൽ വരും, എസും യുവും ഒരു ഗ്രൂപ്പിൽ വരും. ക്യു ടി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യൂവും ടിയും അടുത്തടുത്താണ്. പിയും എക്സ് നോക്കുക, പിയും എക്സ്, പി മാർക്കറ്റിംഗ് ആണ്, എക്സ് ഫിനാൻസ് ആണ്. ക്യു ടി ഒരേപോലുള്ളതാണ്. ആർ എസ് ഓക്കെ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സ് എടുത്തിരിക്കുന്നു. ഒരെണ്ണം മാത്രം നമുക്ക് എന്നിട്ട് ഒരേപോലെ ക്യൂവും ടിയും ഒരേ വാക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം ക്യു ടി ആണ് ഇവിടെ എന്താ ചെയ്ത് വരുന്നത്, വ്യത്യസ്തമായിട്ട് വരുന്നത്. how many persons are selected in marketing department? ആൻസർ ഇവിടെ 4 ആണ് വരുന്നത്. മാർക്കറ്റിംഗിൽ നമുക്ക് 4 ആൾക്കാരാണ് ഉള്ളത്. മാർക്കറ്റിംഗിൽ മൊത്തം 4 പേഴ്സൺസ് ആണുള്ളത്. How many pairs of digits are there in the number, each of which have a same which have as many digits between them, but both forward and backward directions in the number as they have between them in the number series. ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 5ഉം 9ഉം 4 എണ്ണം ഉണ്ട് ഡിഫറൻസ്. യഥാർത്ഥത്തിൽ 5നും 9നും ഇടയ്ക്ക് 4 എണ്ണമാണുള്ളത് ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത് 8ഉം 3ഉം 8ഉം 3ന്റെ ഇടയ്ക്ക് നമുക്ക് യഥാർത്ഥ നമ്പർ സീരീസിലെ 5 ഡിഫറൻസ് ഇവിടെ 1 2 3 4 5 ഇതും കിട്ടുന്നുണ്ട്. ഒരെണ്ണമായി, 2 എണ്ണമായി, 9 പേരുകൾ ഏതൊക്കെയാണ്? 9 5 8 3 കിട്ടി. അടുത്ത 5ഉം 7ഉം അതും കിട്ടുന്നുണ്ട്. 1ഉം 3 അങ്ങനെ നമുക്ക് എത്ര എണ്ണം വരും? ടോട്ടൽ നമുക്ക് 4 പേഴ്സ് ആണ്. ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തും യഥാർത്ഥ നമ്പർ സീരീസിലും ഉള്ള ഡിഫറൻസ് ഈക്വൽ ആയിട്ട് വരുന്ന പേഴ്സ് എന്ന് പറയുന്നത്. ഫോർവേഡ് ഡയറക്ഷനിലും നോക്കാം, നമുക്ക് റിവേഴ്സ് ഡയറക്ഷനിലും നോക്കാം. ഇപ്പൊ ഇതൊക്കെ ഫോർവേഡ് ഡയറക്ഷനിലാണ് നോക്കിയിരിക്കുന്നത്. ഇത് ഫോർവേഡ് ആണ്, ഇത് നമുക്ക് റിവേഴ്സ്. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് നോക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റഡി ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. 10 persons M N O P Q R S T U and V go to the exam on different dates 11 and 16 of 5 different months, January to May, but not necessarily in the same order. O goes to the exam 16th February. More than 4 persons go to the exam between O and S. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫറെന്റ് ഡേറ്റ്സിൽ എക്സാമിന് പോകുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 11 and 16 of 5 different months ആണ്. ജനുവരി ടു മെയ്, ജനുവരി തൊട്ട് മെയ് വരെയുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ജനുവരി 11 ഉണ്ട്, ജനുവരി 16 ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മെയ്, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി 11, ഫെബ്രുവരി 16 ഉണ്ട്. മാർച്ച് 11, മാർച്ച് 16 ഉണ്ട്. ഏപ്രിൽ 11, ഏപ്രിൽ 16 ഉണ്ട്. മെയ് 11, മെയ് 16. ഇത്രയും മാസങ്ങളാണ് നമുക്ക് ഉള്ളത്.
ഇപ്പം ഈ മാസങ്ങളിൽ ഇത് പേഴ്സൺസ്, ഏതൊക്കെ പേഴ്സൺസിനെയാണ് നമ്മൾ അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആകെ 10 പേഴ്സൺസ് ആണ്. നെസസറി ഓ ഗോസ് ടു എക്സാം ഓൺ 16th ഫെബ്രുവരി. ഇപ്പൊ ഫെബ്രുവരി 16th ആരാണ്? ഓ ആണ്. മോർ ദാൻ 4 പേഴ്സൺസ് ഗോ ടു ദ എക്സാം ബിറ്റ്വീൻ ഓ ആൻഡ് എസ്. ഓയ്ക്കും എസിനും ഇടയിൽ എന്താണ് 4 പേഴ്സൺസിനെക്കാട്ടി മോർ ദാൻ 4 പേഴ്സൺസ് പോകുന്നുണ്ട്. ഓക്കെ, 1 2 3 4 5. അപ്പൊ എസ് വേണമെങ്കിൽ ഇവിടെ വരാം, അല്ലെങ്കിൽ എസ് ആണെങ്കിൽ ഇവിടെ വരാം. ഓക്കെ, ഇങ്ങോട്ട് തിരിച്ച് റിവേഴ്സ് ഡയറക്ഷൻ പോകാനുള്ള സാധ്യത ഇല്ല. മോർ ദാൻ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 1 2 3 4 5. ഓക്കെ, അപ്പൊ നമുക്ക് എസ് ഇവിടെ തന്നെ പറയാം, ലാസ്റ്റിൽ തന്നെ പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് പേഴ്സൺസ് ഗോ ഫോർ ദ എക്സാം ബിഫോർ എസ് ഈസ് ദ സെയിം ആസ് ദ പേഴ്സൺസ് ഗോ ഫോർ ദ എക്സാം ആഫ്റ്റർ പി എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മളിവിടെ എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എസിന് ശേഷം പോകുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് പിക്ക് ശേഷം പോകുന്ന ആൾക്കാരുടെ എണ്ണത്തിന് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. എസിന് ശേഷം ആരും പോകുന്നില്ല. മെയ് 16 ലാസ്റ്റ് ആണ് എസ് പോകുന്നത്. അപ്പൊ പിക്ക് മുമ്പ് പോകുന്നത് ആരാണ്? അപ്പൊ പി ഇവിടെ എല്ലാവരും പി ഇവിടെ വന്നാലല്ല, ഇതിനു മുമ്പ് ആരെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല, ആരും പോകുന്നില്ല. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ എഴുതി. ഓക്കെ, അപ്പൊ പിന്റെ എസിന്റെ നമ്മൾ എഴുതി, പറഞ്ഞിരിക്കുന്ന ഡേറ്റ വെച്ച് പിന്റെ എസിന്റെ എഴുതി. വി ഗോസ് ജസ്റ്റ് ബിഫോർ ക്യൂ ഇൻ ദ സെയിം മന്ത്. അപ്പൊ വി ഗോസ് ജസ്റ്റ് ബിഫോർ ക്യൂ. അപ്പം ക്യൂ വി, ഇതാണ് വിന്റെയും ക്യൂവിന്റെയും ഓർഡർ എന്ന് കിട്ടി. ക്യൂവിന് മുമ്പ് വി പോകുന്നു, സെയിം മന്ത് ആണെന്ന് കിട്ടി. അപ്പൊ ഏത് മാസമാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, ഏതാണ്? ജനുവരിയിലും അല്ല മെയ്യിലും അല്ല വിയും ക്യൂ പോകുന്നത്, ഫെബ്രുവരിയിലും അല്ല. അപ്പൊ ജനുവരി അല്ല, ഫെബ്രുവരി അല്ല, മെയ്യും അല്ല. ഇനി ഏപ്രിൽ ആണോ മാർച്ച് ആണോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഒന്നെങ്കിൽ ഏപ്രിലാകാം, അല്ലെങ്കിൽ എന്താകാം, മാർച്ചിലാകാം. ഈ രണ്ടില് ഏതെങ്കിലും ഒന്നിലാകാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് വാസ് ആൻ ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് എന്നാണ്. ഈ വിയും ക്യൂവും വി ഗോസ് ജസ്റ്റ് ബിഫോർ ക്യൂ ഇൻ ദ സെയിം മന്ത് വിച്ച് ഹാസ് ആൻ ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈവൻ നമ്പർ ഓഫ് ഡേയ്സ് ഉള്ള മാസമാണ് പോകുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, അപ്പൊ നമുക്ക് വിയും ക്യൂവും ഇതാണെന്ന് ഉറപ്പിക്കാമല്ലോ. വിയും ക്യൂവും ഇതാണെന്ന് ഉറപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഉറപ്പിക്കാം, നോ വൺ ഗോസ് ബിറ്റ്വീൻ പി ആൻഡ് എം. പിക്കും എമ്മിനും ഇടയിൽ ആരും പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എം എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് മനസ്സിലായി. പിക്കും എമ്മിനും ഇടയിൽ ആരും പോകുന്നില്ല. അപ്പൊ പിയും എമ്മും ജനുവരി 11 പി വന്നു കഴിഞ്ഞാൽ ജനുവരി 16 എം, കാരണം പിക്കും എമ്മിനും ഇടയിൽ വേറെ ആരും പോകുന്നില്ല. ടി ഗോസ് ജസ്റ്റ് ബിഫോർ എൻ. ടി എന്ന് പറയുന്നത് എന്നിന് തൊട്ട് മുന്നിലാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താണ്, ടി ക്യു എന്നും ഈ ഒരു ഡേറ്റിലെ വരാൻ പറ്റും, വേറെ എങ്ങും ടി യു എന്നും വരാനായിട്ട് സാധ്യതയില്ല. യു ഗോസ് ആഫ്റ്റർ ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. യു ഗോസ് ആഫ്റ്റർ ആർ. ആർ പോയതിനു ശേഷമാണ് എന്ത് പോകുന്നത്? യു പോകുന്നത്. അപ്പൊ ആർ ഇവിടെ വരും,
യു ഇവിടെ വരും, ബാക്കി ഫില്ല് ചെയ്യാനുള്ളടത്തും വരും. ഓക്കെ, ഇപ്പൊ നമുക്ക് എല്ലാ കോളവും ഫില്ലായില്ലേ, എല്ലാ സ്ഥലവും ഫില്ലായി. ഇവിടെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മെനി പേഴ്സൺ ഗോ ഫോർ എക്സാം ആഫ്റ്റർ വിക്ക് ശേഷം എത്ര പേഴ്സൺസ് പോകുന്നുണ്ട്? 1 2 3 അല്ലേ? 3 ആണ്. ഓപ്ഷൻ ബി ആണ്. 3 പേഴ്സൺസ് ആണ് പോകുന്നത്. ഓപ്ഷൻ 3 പേഴ്സൺസ് ആണ് പോകുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് പോയാൽ മതി. അപ്പൊ നമുക്കിവിടെ 3 പേഴ്സൺസ് ആണ് വിക്ക് ശേഷം പോകുന്നതെന്ന് കിട്ടും. ഹൗ മെനി പേഴ്സൺ ഗോ ബിറ്റ്വീൻ യു ആർ ആൻഡ് യു? ആറിനും യുവിനും ഇടയിൽ എത്ര പേര് പോകുന്നുണ്ടെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ആ കിട്ടിയ ആൻസറിൽ നിന്ന് ഓപ്ഷൻ സി ആണ്, ആറിനും യുവിനും ഇടയിൽ പോകുന്നതായിട്ട് കിട്ടുക. Which of the following statement is true? Only 2 persons go between M and T. എമ്മിനും ടിക്കും ഇടയിൽ 2 പേഴ്സൺസ് പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. എമ്മിനും ടിക്കും ഇടയിൽ 2 പേഴ്സൺസ് പോകുന്നു, ശരിയാണ്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ശരി എന്ന് പറയുന്നത്. No one goes before us. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. T goes on numbered date. T എന്താണ്, നമ്പേർഡ് ഡേറ്റിലാണ് പോകുന്നത്. T goes on numbered date. അതും ശരിയാണ്. സോ 1 and 3 ആണ് ഇവിടെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 and 3 ആണ്. N goes എക്സാമിന് N ഏത് ദിവസം പോകുന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. N പോകുന്നത് ഏത് ദിവസമാണ്? മാർച്ച് 16. മാർച്ച് 16 ആൻസർ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതൊരു ഗ്രൂപ്പിൽ ഏതാണ് ഓപ്ഷൻസ് സിമിലർ ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. MNSOB ആണ് തന്നിരിക്കുന്നത്. M എന്ന് പറയുന്നത് 16 ആണ്, N 16 ആണ്, S 16 ആണ്, V 11 ആണ്. സോ V ആണ് ഇതിന്റെ ഓഡ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാവരും 16-ാം തീയതിയാണ് പോകുന്നത്. അടുത്ത നമുക്ക് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഓൾ ലിച്ചീസ് ആർ മാംഗോ. ഓൾ ലിച്ചി, എല്ലാ ലിച്ചിയും എന്താണ്, മാംഗോ ആണ്. അടുത്ത ഒള്ളി എ ഫ്യൂ മാംഗോ ആർ ഓറഞ്ച്. ഫ്യൂ മാംഗോ ആർ എന്താണ്, ഓറഞ്ച് ആണ്. ഒള്ളി എ ഫ്യൂ ഓറഞ്ച് ആർ പപ്പായ. ഒള്ളി എ ഫ്യൂ ഓറഞ്ച് ആർ പപ്പായ. ആൾ പപ്പായ ബീങ് മാംഗോ ഈസ് എ പോസിബിലിറ്റി. സ്റ്റേറ്റ്മെന്റ് 1, ആൾ പപ്പായ ബീങ് മാംഗോ ഈസ് എ പോസിബിലിറ്റി. ഇല്ല, പോസിബിലിറ്റി ഇല്ല. സം ഓറഞ്ച് ഈസ് ലിച്ചി. സം ഓറഞ്ച് ഈസ് ലിച്ചി. സം ഓറഞ്ച് ഈസ് ലിച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയിട്ടില്ല. ആൾ പപ്പായ ബീങ് ഓറഞ്ച് ഈസ് എ പോസിബിലിറ്റി. ഓക്കെ, അതുമേ പോസിബിലിറ്റി എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് അത് വേണേൽ പറയാം. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Only a few cat are rat. Okay, only a few cats. കുറച്ച് ക്യാറ്റ് എന്താണ്, റാറ്റ് ആണ്. നോ റാറ്റ് ആർ ഹോൾസ്. ഹോൾസ് ഇവിടെ വേറെയുണ്ട്. ഓൾ ഹോൾസ് ആർ ഡോഗ്. എല്ലാ ഹോൾസും എന്താണ്, ഡോഗ് ആണ്. ഓൾ ഹോൾസ് ആർ ഡോഗ്. സം ക്യാറ്റ് ആർ ഡോഗ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇഫ് ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. കൺക്ലൂഷൻ 1 ഫോളോസ് ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓൾ പപ്പായ ബീയിങ് മാംഗോ ഈസ് എ പോസിബിലിറ്റി. അത് മാത്രമേ നമുക്കിവിടെ പോസിബിൾ ആയിട്ട് വരുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്.
നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം ഓപ്ഷൻസ് എഴുതാം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് if only conclusion 1 follows. B, if only conclusion 2 follows. C, either 1 or 2 follows. D, neither 1 or 2 follows. E, both 1 and 2 follows. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. only a few cat are rat. only a few cat are rat. only a few cat are rat. Okay. No rat are horse. No rat are horse. All horses are dog. All horses are dog. Some cat is dog. Some cat is dog എന്ന് പറയാൻ പറ്റൂല. No dog is a cat. No dog is a cat. Some cat is a dog. No dog is a cat. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നെല്ലാം ഫോളോ ചെയ്യാൻ പറ്റും, രണ്ടും കൂടി ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന്. അപ്പൊ either 1 or 2 ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. either 1 or 2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. either 1 or 2 വരത്തുള്ളൂ. സം ക്യാറ്റ് ഈസ് എ ഡോഗ് എന്ന് പറഞ്ഞിട്ട് നോ ഡോഗ് ഈസ് എ ക്യാറ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഇതിലും മറ്റേപോലെ തന്നെ സെയിം ഓപ്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പം ഓൾ ഡ്രീം ആർ നൈറ്റ്. ഓൾ ഡ്രീം ആർ നൈറ്റ്. ഓൾ ഡ്രീം ആർ നൈറ്റ്. നോ നൈറ്റ് ഈസ് സ്റ്റാർ. നോ നൈറ്റ് ഈസ് സ്റ്റാർ. നോ ഡ്രീം ഈസ് സ്വീറ്റ്. നോ ഡ്രീം ഈസ് സ്വീറ്റ്. ഇത്രയും നമുക്കറിയാം. സം സ്റ്റാർ ഈസ് ഡ്രീം അല്ല. ആൾ സം സ്വീറ്റ് ഈസ് നൈറ്റ്. സം സ്വീറ്റ് ഈസ് നൈറ്റ്. അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? നെയ്തർ 1 or 2 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് എത്താനായിട്ട് പറ്റും. നെയ്തർ 1 or 2 ഒന്നുമല്ല രണ്ടുമല്ല. ഓപ്ഷൻസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിരുന്നു. ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. 1 follows, 2 follows, either 1 or D, neither. E, both follows. both statement follows. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. സോ നമുക്കിവിടെ നെയ്തർ 1 or 2 എന്നുള്ള ഒരു ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. Some sweet is night is a possibility. No dream is sweet. Some sweet is night is a possibility എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ബി ആണ് ആൻസർ ആയിട്ട് കിട്ടുക. അതായത് only 2 follows ആണ് വരുന്നത്. only 2 follows എന്നുള്ള ഓപ്ഷൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. only a few table are chair. എന്താണ്? only a few table are chair. only a few table are chair. all chairs are book. all chairs are എന്താണ്? ബുക്ക് ആണ്. only a few book are a pen. only a few book are a pen. കൺക്ലൂഷൻ ആണ് പറയുന്നത്. all table being chair is a possibility. all table being chair is a possibility.
അടുത്ത രണ്ടാമത് ഓൾ ബുക്ക് ബീയിങ് പെന്നി ഇസ് എ പോസിബിലിറ്റി. നമുക്കിവിടെ വരച്ചിട്ടുണ്ട് ഓൾ ബുക്ക് ബീയിങ് പെന്നി ഇസ് എ പോസിബിലിറ്റി. അപ്പൊ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടി നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന ഏതാണ്? either 1 or 2. ഇതിൽ ഏതെങ്കിലും ഒന്ന് ബീയിങ് പോസിബിൾ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ബ്ലൂ ബ്ലാക്ക് നോ ബ്ലാക്ക്. നോ ബ്ലൂ ആർ ബ്ലാക്ക്. നോ ബ്ലൂ നമ്മളിവിടെ എഴുതി, ബ്ലാക്ക് നമ്മളിവിടെ എഴുതി. നോ ബ്ലൂ ആർ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബന്ധമൊന്നുമില്ല. അടുത്തത് നോ ബ്ലാക്ക് ഈസ് ബ്രൗൺ. ബ്രൗണും ഇവിടെ എഴുതി, ഇവ തമ്മിലും ബന്ധമൊന്നുമില്ല. ആൾ ബ്രൗൺ ആർ വയലറ്റ്. ആൾ ബ്രൗൺ ആർ എന്താണ്? വയലറ്റ് ആണ്. ആൾ ബ്ലൂ ബീയിങ് വയലറ്റ് ഈസ് എ പോസിബിലിറ്റി. ആൾ ബ്ലൂ ബീയിങ് വയലറ്റ് ഈസ് എ പോസിബിലിറ്റി. ഓക്കെ, ശരിയാണ്. സം ബ്ലൂ ഈസ് നോട്ട് ബ്രൗൺ. സം ബ്ലൂ ഈസ് നോട്ട് ബ്രൗൺ. അത് പറയാൻ പറ്റത്തില്ല. സോ ഓപ്ഷൻ 1 എന്താണ്? 1 ഫോളോസ്. സ്റ്റേറ്റ്മെന്റ് 1 ഫോളോസ് എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വേറൊരു സെക്ഷനിലൂടെ നോക്കാം.